ഹായ് കൂട്ടുകാരെ, അപ്പോൾ രാത്രിയിലത്തെ ആഹാരത്തിനുള്ള കറിയാണ് ഈ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. പകലൊക്കെ ഞങ്ങളുള്ളത് വെച്ച് കഴിച്ച്, പിന്നെ രാത്രി എന്താണെന്നുള്ളത് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അടുക്കളയിൽ കയറിയപ്പം കുറച്ച് കേബേജ് കൊത്തിയത് ഇരിപ്പുണ്ടായിരുന്നു. നാളത്തേക്ക് വേണ്ടി വെച്ചതാണ്. അപ്പോൾ രാത്രിയത്തെ കാര്യം കഴിഞ്ഞിട്ടല്ലേ നാളത്തെ കാര്യം എടുക്കാവൂ. അതായത് ഇന്നത്തെ കാര്യം കഴിഞ്ഞിട്ടല്ലേ നാളത്തെ കാര്യം. അപ്പം ഞാൻ വിചാരിച്ചതെന്നറിയാം, എന്തെങ്കിലും ഒരു കാട്ടിക്കുട്ടി കറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ച് അപ്പോഴും ബുദ്ധി ഉദിച്ചതാണ് മുട്ടയിട്ട് കാബേജ് തോരൻ ഉണ്ടാക്കിയല്ലോ. അതായത് തുള്ളി തേങ്ങ ഒന്നും ഇടാതെ മുട്ടയിട്ട് മുട്ടയും കൂടെ ചേർത്ത് കാബേജ് തോരൻ വയ്ക്കാമെന്ന് അങ്ങനെ ഞാൻ ചെയ്ത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. മുളക് പൊടിയും ഗരം മസാലയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ പകുതി സവാളയും ചേർത്തിട്ടുണ്ടായിരുന്നു. കടുക് പൊട്ടിച്ച് അതിൽ കാബേജ് തട്ടി, പിന്നെ മുളക് പൊടി, ഗരം മസാല, പിന്നെ പകുതി സവാള, 2 മുട്ട, ഇതാണ് ചെയ്തത്. അപ്പോൾ അതുണ്ടാക്കി വെച്ചതിന് ശേഷം അടുത്ത് എന്തെങ്കിലും ഒരു കറി വയ്ക്കാമെന്ന് നോക്കിയപ്പോൾ ഒരു ഉണക്കമീൻ ഉണ്ടായിരുന്നു. അതായത് ചെങ്കലവ. നിങ്ങൾ ചെങ്കലവയെന്ന് പറഞ്ഞാൽ ചിലവർക്ക് അറിയാവും, നമ്മളവിടെ നവരയെന്ന് പറയും. അതിൻ്റെ അന്നൊരു ദിവസം കറി വെച്ചതിൻ്റെ ഒന്നുണ്ടായിരുന്നു. അത് മൊത്തം നന്നായിട്ട് കഴുകി എടുത്തപ്പം കുറച്ച് കിട്ടി. കുറച്ച് ഉണക്കമീനല്ലേ. അപ്പോൾ അതൊന്നെടുത്ത് വൃത്തിയാക്കിയിട്ട് അത് എണ്ണയിൽ തട്ടിയിട്ട് മറ്റേത് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി സവാളയും കൂടെ എടുത്ത് അരിഞ്ഞു വെച്ച് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു പിടി തേങ്ങയും ജീരകവും ശകലം പുളിയും പിന്നെ മുളക് പൊടിയും കൂടെ ചേർത്ത് ഒരു ചമ്മന്തി ഉണ്ടാക്കി. അപ്പോൾ ഇതെത്രയാണ് കൂട്ടുകണ്ട, മുളക് പൊടി, ഉപ്പ്, ജീരകം, ശകലം ഇച്ചിരി പുളി, അപ്പോൾ എല്ലാം കൂടെ ഇട്ടൊരു ചമ്മന്തി ഉണ്ടാക്കി. അപ്പോൾ ഉണക്കമീൻ പൊടിച്ച് വറുത്തൊരു ചമ്മന്തിയാണ്. അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ വേറെ കറികളൊന്നും വേണ്ട, നല്ല ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ ഒരു ചമ്മന്തി ഉണ്ടാക്കി വെച്ച് പിന്നെ കുറച്ച് കട്ട തൈരും ആക്കി എടുത്ത്. അപ്പോൾ ഇതൊക്കെ കട്ടത്തൈര് ഇല്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയാണ്. അപ്പം മോള് സ്കൂളിൽ നിന്ന് വന്നപ്പം കൊച്ചിനൊന്നും കൊടുത്തില്ലായിരുന്നു. വൈകുന്നേരത്തെ അവൾക്ക് കൊടുക്കാൻ വേണ്ടി എടുത്ത്. പിന്നെ അവൾ കഴിച്ചപ്പോൾ ഞാൻ ചോദിച്ചു കൊള്ളാമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ കൊള്ളാമെന്ന് പറഞ്ഞു. അപ്പോൾ രാത്രി ഞങ്ങൾക്കുള്ള വീഡിയോ ഇത്രയാണ്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല അടിപൊളി കറിയാണ്. ഒത്തിരി കറികളൊന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം മതി. ആ ഉണക്കമീൻ ചമ്മന്തിയില്ലേ, അത് അടിപൊളി ടേസ്റ്റാണ്. ഞങ്ങളെല്ലാവരും അത്താഴം